നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? ഡു ദേ ലവ് യു ആസ് യു ഡു? യെസ്, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണ്. കൂടുതൽ പേർക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്, എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഒരു തവണ ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയി പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നു. ഒരിക്കലും ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻസ് പോസിബിൾ അല്ല എന്ന് പോലും നിങ്ങൾക്ക് തോന്നാറുണ്ട്. പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഗെയിം പോലെയാണ്. ഒരു വീണ്ടും എൻഡ് ആകുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ വിട്ടുമാറാൻ കഴിയില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് കാണുന്നു. ആൻഡ് യെസ്, ഈ വ്യക്തിയിൽ നിന്നും ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിലാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, കാരണം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. ഒപ്പം തന്നെ നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഇപ്പോഴുമുണ്ട് എന്ന് മനസ്സിലാവുന്നു. യെസ്, അവർക്ക് അത്രയധികം ഒരു ഡീപ്പ് ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ളത്. അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പോലും സ്പർശിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത്. ഒരിക്കലും ലൈഫിൽ അവർ ഇത്രയധികം ഒരു പ്രണയം അവർ എക്സ്പെക്ട് ചെയ്തിരുന്നത് പോലുമില്ല. അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു പ്രണയമാണ് അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പാഷനാണ്. നിങ്ങളുടെ പ്രണയമൊക്കെ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രണയമാണ് അവരുടെ ലൈഫിൽ ഇത്രയധികം സന്തോഷം അവർക്ക് നൽകിയിരുന്നത്. അതായത് ഷുവർ ആയിട്ടും ഈ വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. അതുപോലെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നല്ല നല്ല ചിന്തകൾ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ സെപ്പറേഷൻ ടൈമിലാണെങ്കിൽ പോലും യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈഫിലും നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അത്രയും ആഴത്തിലുള്ള ഒരു കണക്ഷൻ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ആൻഡ് യെസ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു നിലനിൽപ്പ് തന്നെ ഈ വ്യക്തിയോടൊപ്പം ഉള്ളതാണ് എന്ന് പോലും നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട്. ഈ വ്യക്തിക്കും ഈ ഒരു സെയിം ഫീലിംഗ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്ര തവണ നിങ്ങൾ സെപ്പറേറ്റഡ് ആയാലും ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ നിങ്ങളോട് ഉള്ള പ്രണയം പലപ്പോഴും അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അവരുടെ ഉള്ളിൽ എത്രമാത്രം തീവ്രമാണ് ഈ പ്രണയം എന്നുള്ളത് ഓരോ സെപ്പറേഷനിലും ഈ വ്യക്തി കൂടുതലായി മനസ്സിലാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും നിങ്ങളോട് ഇതുവരെയും ഈ വ്യക്തി തുറന്നു പറഞ്ഞിട്ടില്ല. ഓക്കെ, യെസ്, ലവ് ബിഗിൻസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിലുള്ള ഈ സെപ്പറേഷൻ ടൈം മാറുന്നതായിട്ടാണ് കാണുന്നത്. റെയിൻബോ സൈൻ ആണ് കാണുന്നത്. അതായത് ലവ് ബിഗിൻസ്, വീണ്ടും നിങ്ങൾക്കിടയിലുള്ള പ്രണയം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു കറണ്ട് റിയാലിറ്റി. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിലേക്ക് കൂടുതലായിട്ടുള്ള പ്രണയമാണ് വന്നു ചേരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ സ്നേഹവുമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നതിനെ കുറിച്ചും ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ തെറ്റുകൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്വയം അവർ കീഴടങ്ങുന്ന പോലെയാണ്. നിങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ അവർ കീഴടങ്ങുകയാണ്. ഇത്രയധികം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തിയോടുള്ള സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്
എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. അത്രമാത്രം അവരെ അവഗണിച്ചിട്ട് പോലും നിങ്ങൾക്ക് പലരും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രണയം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. റിക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് എന്നുള്ളതാണ്. ഓക്കെ. ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിൽ ഒരു അസൂയ പോലും തോന്നുന്നുണ്ട്. കാരണം ഇത്രയധികം വേദന നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ വളരെ സന്തോഷമായിട്ടും അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടും ആക്റ്റീവ് ആയിട്ടും ഒക്കെ കാണപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അവരെ നഷ്ടമായതിൽ നിങ്ങൾക്ക് സങ്കടമില്ലാത്തതുപോലെ പോലും അവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ. ഓക്കെ. ആൻഡ് യെസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുകയാണ്. ഏത് സാഹചര്യമായിരുന്നാലും അതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇനിയും നിങ്ങളുടെ പ്രണയത്തെ മിസ് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനോട് കൂടി തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. യെസ്. ആ ഒരു ലൈറ്റാണ് നിങ്ങളുടെ പ്രണയത്തിൽ വരുന്നത്. ഇത്രയും നാളും നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഒരു ഡാർക്ക്നെസ്സിലായിരുന്നു. ഓക്കെ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഒരു വെളിച്ചമാണ് വന്നു ചേരുന്നത്. അത്രയും മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ച് ആണ് നിങ്ങളുടെ പ്രണയത്തിൽ വന്നു ചേരുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരുടെ ലൈഫിലെ വെളിച്ചം നിങ്ങളായിരുന്നു. അവരുടെ ലൈഫിന് തന്നെ ആ ഒരു അർത്ഥം, പൂർണ്ണത കൊണ്ടുവന്നത് നിങ്ങളുടെ പ്രണയമായിരുന്നു, നിങ്ങളായിരുന്നു എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം ഒരു പ്രണയം ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഓക്കെ. ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നാലും അത്രയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള, റിവേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് സാക്രിഫൈസ് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ്. കാരണം അത്രമാത്രമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. മേ ബി ഇപ്പോൾ നിങ്ങൾക്കുള്ളതിനേക്കാൾ ഏറെ സ്നേഹം അവരുടെ ഉള്ളിലുണ്ടെന്നാണ് കാണുന്നത്. പല പേർക്കും ഇതൊരു ഡൗട്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകുമോ? പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക. അത്രമേൽ ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ.